നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ബാലൻഡിയോർ സെറിമണി നടക്കുന്ന സമയത്ത് PSG താരങ്ങൾ കളിക്കളത്തിലായിരുന്നു. ഒളിമ്പിക് മാഴ്സയ്ക്കെതിരെ അവർക്ക് കളിക്കാനുണ്ടായിരുന്നു. ഞായറാഴ്ച നടക്കേണ്ടിരുന്ന മത്സരമാണ് അവിടുത്തെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം ഇന്നലത്തേക്ക് മാറ്റിയതായിരുന്നു. ബാലൻഡിയോർ ഗാലയിൽ PSG ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ബാലൻഡിയോർ ഓസ്മാൻ ഡെംബെലെക്ക്, യൂറോപ്പിലെ മികച്ച പുരുഷ ടീം PSG, മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം അവരെ കഴിഞ്ഞ തവണ കിരീടത്തിലേക്ക് കൊണ്ടുപോയ ജിയാലോഗി ഡൊണ്ണാറുമൊക്കെ, അദ്ദേഹം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലാണ്. മികച്ച കോച്ചിനുള്ള പുരസ്കാരം ലൂയിസ് എൻറിക്കയ്ക്ക്. അങ്ങനെ ബാലൻഡിയോർ ഗലയിൽ എല്ലാം അവരിങ്ങനെ വാരിക്കൂട്ടുമ്പോൾ അതിനിടക്കും അവർക്കൊരു സങ്കടകരമായ വാർത്ത. ഈ സീസണിലെ ആദ്യത്തെ പൊട്ടൽ അവർ ഏറ്റുവാങ്ങി. അതും ചിരവൈദികളായ ഒളിമ്പിക് മാഴ്സയ്ക്കെതിരെ. ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ പരാജയമാണ് മാഴ്സയോട് ഇന്നലെ PSG ഏറ്റുവാങ്ങിയത്. കളിയിൽ അഗ്വാർഡ് നേടിയ ഗോളിനാണ് മാഴ്സ വിജയിച്ചുകയറുന്നത്. ഈ കളിയിൽ സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നു. ഡെംബലെ, ഡിസൈഡു ഒക്കെ പരിക്കേറ്റ് പുറത്താണ്. പക്ഷേ ബാക്കി താരങ്ങൾ ഗോൺസാലോ റാമോസ്, കിച്ചകാർഡസ്കേലിയ, അഷ്റഫ് ഹക്കീമി, ഫാബിയൻ റൂയിസ്, വിറ്റീഞ്ഞ, വാറൻ ജെറമറി, മാർക്കിനോസ്, അങ്ങനെ ന്യൂനോ മെൻഡസ്, വമ്പന്മാരൊക്കെ അണിനിരന്നു. 5-ാമത്തെ മിനിറ്റിൽ അഗ്വാർഡ് ഗോളടിച്ചു. ആ ഗോളിന് മാഴ്സ ഇടവേള സമയത്ത് മുന്നിലായിരുന്നു. രണ്ടാം പകുതി പിന്നെ ഗോളുകളൊന്നും പിറക്കാതെ വന്നതോടെ ഒളിമ്പിക് മാഴ്സയെ PSG മേൽ വിജയം സ്വന്തമാക്കിയിരുന്നു. കളിയിൽ ആധിപത്യം പുലർത്തിയതും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ PSG ആയിരുന്നെങ്കിലും പന്ത് വലയിലേക്ക് എത്തിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. ഏതായാലും ഈ കളി തോറ്റെങ്കിലും ഇപ്പോൾ 5 കളികൾ 12 പോയിൻ്റ് പട്ടികയുടെ തലപ്പത്ത് തന്നെയാണ്. 12 പോയിൻ്റുള്ള കുറേ ടീമുകളുണ്ട് ഇത്തവണ എന്നുള്ളതാണ്. 5 കളിയിൽ നിന്ന് 12 പോയിൻ്റ്. മൊണോക്കോ, PSG, ലിയോൺ, സ്ട്രാസ്ബർഗ്, 4 ടീമുകൾക്ക് 12 പോയിൻ്റാണ്. ഇത്തവണ കട്ടയാണ് അവിടെ പോരാട്ടം നടക്കുന്നത്. എന്തായാലും ഈ ഒരു വിജയം ദുഃഖകരമാണ്, സങ്കടകരമാണ്. പക്ഷെ അതിനപ്പുറം സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു ഇന്നലെ PSG. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.